നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വെറും ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ അവസാന ഘട്ടത്തിലേക്കാണ് ഓരോ പാർട്ടിയിലെയും അണികൾ കടന്നിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്തിൽ തകർക്കാനാകാത്ത വിശ്വാസം. ഇന്ന് കണ്ണൂർ മൊത്തത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇളക്കി മറിക്കുകയായിരുന്നു. ധർമ്മടവും പിണറായിയും ഉൾപ്പെടെ CPMന്റെ കോട്ടകൾ ഓരോന്നായി സുരേഷ് ഗോപിയുടെ ഇടിവെട്ട് ഡയലോഗിൽ നിന്ന് കിടുകിടാന്ന് വിറയ്ക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം CPM ഓരോ പ്രവർത്തകനോടും അവരുടെ കുടുംബാംഗങ്ങളോടും CPMലെ നേതാക്കളോടും കാണിച്ചു കൂട്ടുന്ന ഓരോ വൃത്തികേടുകൾ സുരേഷ് ഗോപി എണ്ണി പറയുകയാണ് ചെയ്തത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒന്നാം ഘട്ട സമയത്ത് രാജീവ് ചന്ദ്രശേഖർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരു അദാലത്ത് നടത്തിയപ്പോഴാണ് കണ്ണൂരിലേക്ക് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഒഴുകിയെത്തിയത്. അതിൽ ഒരു കാര്യം വ്യക്തമാണ്, ഇടതുപക്ഷ സർക്കാരിനെതിരെ ജനവികാരം കത്തി നിൽക്കുന്നു എന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം കൊടുമുടിയിൽ എത്തിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജന്മനാടായ പിണറായിയിൽ വൻ ജനസാഗരത്തെ സാക്ഷിയാക്കി ഒരു വമ്പൻ റോഡ് ഷോയാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. ഒരർത്ഥത്തിൽ ചുവപ്പ് കോട്ടയിൽ സുരേഷ് ഗോപിയും NDAയും അംഗം മുറുക്കി എന്ന് വേണം പറയാൻ. ധർമ്മടം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി K രഞ്ജിത്തിന്റെ പ്രചാരണത്തിനായി വ്യാഴാഴ്ച ഉച്ചയ്ക്ക്, അതായത് ഇന്ന് ഉച്ചയ്ക്ക് 12:30 പിണറായി പാഠ്യാലാമുക്കിൽ നിന്ന് റോഡ് ഷോ ആരംഭിച്ചത്. പ്രത്യേകം സജ്ജമാക്കിയ തുറന്ന വാഹനത്തിൽ സുരേഷ് ഗോപി എത്തിയതോടെ പ്രവർത്തകർ ആവേശത്തിലായി. ബാൻഡ് വാദ്യങ്ങളും വർണ്ണക്കുടകളും വാദ്യമേളങ്ങളോടെയാണ് സുരേഷ് ഗോപിയെ വരവേറ്റത്. അങ്ങനെ ആ പ്രകടനം പിണറായി ടൗണിലെ പെട്രോൾ പമ്പ് പരിസരത്താണ് സമാപിച്ചത്. പാതയോരങ്ങളിൽ തടിച്ചുകൂടിയ നൂറുകണക്കിന് ജനങ്ങളെ കൈവീശി കാണിച്ചും വോട്ടഭ്യർത്ഥിച്ചുമാണ് സുരേഷ് ഗോപി മുന്നോട്ട് നീങ്ങിയത്. റോഡ് ഷോയ്ക്ക് ശേഷം സുരേഷ് ഗോപി കൊല്ലപ്പെട്ട BJP പ്രവർത്തകൻ രമിത്തിന്റെ വസതി സന്ദർശിച്ചു. രമിത്തിന്റെ അമ്മയെ നേരിൽ കണ്ട് ആശ്വസിപ്പിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. കണ്ണൂർ വിമാനത്താവളം വഴി റോഡ് മാർഗമാണ് അദ്ദേഹം പിണറായിയിൽ എത്തിച്ചേർന്നത്. പിണറായിലെ പരിപാടികൾക്ക് ശേഷം വൈകിട്ട് 3 മണിയോടെ തലശ്ശേരി മണ്ഡലം സ്ഥാനാർത്ഥി നിതീഷിന്റെ പ്രചാരണത്തിനായി സുരേഷ് ഗോപി തലശ്ശേരിയിൽ നഗരത്തിലേക്കെത്തി. വാടിക്കൽ രാമകൃഷ്ണ മന്ദിര പരിസരം മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെ നടന്ന റോഡ് ഷോയിലും വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. സ്ഥാനാർത്ഥി നിതീഷിനൊപ്പം നൂറുകണക്കിന് പ്രവർത്തകരും റോഡ് ഷോയെ അനുഗമിച്ചു. കഴിഞ്ഞ ദിവസം BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ മട്ടന്നൂരിൽ നടത്തിയ റോഡ് ഷോയ്ക്ക് പിന്നാലെ സുരേഷ് ഗോപി കൂടി എത്തിയത് കണ്ണൂർ ജില്ലയിൽ NDA ക്യാമ്പുകളിൽ വലിയ ആവേശമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്തും തൊട്ടടുത്ത മണ്ഡലങ്ങളിലും ശക്തമായ സാന്നിധ്യം അറിയിക്കാനാണ് ഇതിലൂടെ NDA ലക്ഷ്യമിടുന്നത്.